ബോഡി ഷേമിങ് അത് ഇതൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ളതുകൊണ്ട് തന്നെയാണ്. സ്കൂൾ ടൈമിലൊക്കെ ഭയങ്കര ബോഡി ഷേം. ഇപ്പോഴാണ് പിന്നെയും ഇപ്പോഴത്തെ ജനറേഷനാണ് കുറച്ചും കൂടെ അവെയർ ആയിരിക്കുന്നത്, അങ്ങനെ സെൻസിറ്റീവ് ആയിട്ട് വേണം സംസാരിക്കാൻ. കമ്പനി എന്ന് പറയുന്നത് ലോയല ബോയ്സ് ആണ്. സ്റ്റെല്ല ഗേൾസിന് ലോയല ബോയ്സ് എല്ലാവർക്കും ചെന്നൈയിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ കോളേജിൽ ഒരു ബാക്ക് ഗേറ്റ് ഉണ്ട്, അതുവഴി 2-3 പ്രാവശ്യമൊക്കെ ചാടിപ്പോയിട്ടുണ്ട്. അത്രേ ഉള്ളൂ, വളരെ ചെറിയ ചെറിയ ചാട്ടങ്ങൾ. അങ്ങനെ ചാടിപ്പോയി. പിന്നെ ഒരു ഡ്രൈവിനൊക്കെ പോകും, നമ്മുടെ മെറീന സ്ട്രെച്ചില് ഡ്രൈവിന് പോകും. ഇതൊക്കെയാണ് പറയാണ്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ കോളേജ് നന്നായിരുന്നമ്മ, നന്നായിരുന്നു, ഇന്ന് എല്ലാ ക്ലാസ്സും ഞാൻ അറ്റൻഡ് ചെയ്തു. ഇതെന്തെങ്കിലും അമ്മ അറിയുമ്പോ എന്തുണ്ടാവും, അതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ആലോചിച്ചിട്ടില്ല. ഇത് കണ്ടു കഴിയുമ്പോ ടെലികാസ്റ്റ് ആയി കഴിയുമ്പോ ഡ്രൈവർ എന്നെ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നോ ആ സമയത്ത്? ഇല്ല, അത് നടക്കൂല. 20 years ആയിട്ട് നമ്മുടെ അമ്മയുടെ ഭയങ്കര ക്ലോസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റാഫാണ്. അപ്പൊ ട്രൈ ചെയ്തിട്ടുണ്ട്, എന്റെ ഫ്രണ്ട്സ് ഞങ്ങൾ എല്ലാരും ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അല്ല പൈസ കൊടുത്തല്ല, നമ്മളെവിടെങ്കിലും റെസ്റ്റോറന്റിൽ പോണെങ്കിൽ അണ്ണ നീങ്കള് വാങ്ങണ്ട വാങ്ങ നീങ്ക ഇത് സൂപ്പർ അങ്ങനെയൊക്കെ പറഞ്ഞു നമ്മള് മാക്സിമം ചേട്ടനും കൂടെ ഫ്രണ്ട് ഗ്യാങ്ങിലോട്ട് ചേർക്കാൻ നോക്കും. പക്ഷെ പുള്ളി ചേരില്ല. ഓക്കെ, മാളവികയുടെ സിനിമാ മോഹങ്ങൾ. പണ്ടൊന്നും മാളവികയ്ക്ക് ഒരു ആക്ടർ ആവണമെന്ന് ആഗ്രഹം ഇല്ലായിരുന്നു എന്നാണ് നമ്മള് പൊതുവെ മനസ്സിലാക്കാറുള്ളത്. പക്ഷെ മാളവികയുടെ ഉള്ളിനുള്ളിൽ ഒരു സിനിമാ മോഹി ഉണ്ടായിരുന്നു അല്ലേ? ഡെഫിനറ്റ്ലി ഉണ്ട്. അത് കാരണം ഞാൻ വളർന്നതൊക്കെ മിക്കവാറും ഞാൻ സെറ്റിലൊക്കെ കയറി ഇറങ്ങി തന്നെയാണ്. ഞാൻ എന്റെ ചൈൽഡ്ഹുഡ് അതായിരുന്നു. ഇപ്പൊ അപ്പാടെ സെറ്റിൽ പോവുക. ഇവിടെ ചെന്നൈയിലായിരുന്നു ആ ഏർലി 2000 ടൈമിലൊക്കെ എല്ലാ ഷൂട്ടിങ്ങും ചെന്നൈയിലായിരുന്നു. അപ്പൊ AVM പിന്നെ കുശാൽദാസ് വേറൊരു ഷൂട്ടിംഗ് ഹൗസ് ഒക്കെ ഉണ്ട്. അപ്പൊ അവിടൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കും. ഐ വാസ് കംഫർട്ടബിൾ ഇൻ എ ഷൂട്ടിംഗ് സെറ്റ്. അപ്പോ ഡെഫിനറ്റ്ലി അത് മൈൻഡിന്റെ ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ എന്താ ഒരു ഏജ് ആയപ്പോഴത്തേക്കും പിന്നെ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. ഇതിപ്പോഴും ഉണ്ട്, പക്ഷെ അത് ഭയങ്കര ഒരു ഇൻസെക്യൂരിറ്റി വന്നു അത് കാരണം. പിന്നെ അത് മെലിഞ്ഞപ്പോഴും ആ ഇൻസെക്യൂരിറ്റി അപ്പോഴും അത് ഉണ്ടായിരുന്നു. കാരണം നമ്മളെ കൊണ്ട് പറ്റുവോ, ഈ ബോഡി ഷേമിങ് അത് ഇതൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ളതുകൊണ്ട് തന്നെയാണ്. സ്കൂൾ ടൈമിലൊക്കെ ഭയങ്കര ബോഡി ഷേം. ഇപ്പോഴാണ് പിന്നെയും ഇപ്പോഴത്തെ ജനറേഷനാണ് കുറച്ചും കൂടെ അവെയർ ആയിരിക്കുന്നത്, അങ്ങനെ സെൻസിറ്റീവ് ആയിട്ട് വേണം സംസാരിക്കാൻ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഞാൻ അങ്ങനെ ഒരു കൺട്രോൾഡ് ആയത്, ഒരു റിസർവ്ഡ് ആയതാണ്. പക്ഷെ വീട്ടിലെപ്പോഴും ഞാനാണ് ക്ലൗൺ. ക്ലാസ് ക്ലൗൺ എന്ന് പറയുന്ന പോലെ വീട്ടിലെ ക്ലൗൺ ഞാനാണ്. അപ്പൊ ഞാൻ അങ്ങനെ പുറത്ത് ഞാൻ അങ്ങനെ എക്സ്പ്രസീവ് ആയിട്ട് കാണിച്ചിട്ടില്ല. പിന്നെ എനിക്ക് പിന്നീട് തോന്നി ഒരു പാൻഡമിക് സമയമൊക്കെ ആയപ്പോ യു ഓൺലി ലിവ് വൺസ്.